ഈ കുരുടീസ് കട്ടയ്ക്ക് ഏകദേശം സിമിലർ പോറോത്തോം ബ്രിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഈ VP ബ്രിക്ക് അല്ലെങ്കിൽ പോറോത്തോം പ്ലസ് ബ്രിക്ക് എന്ന് പറയും. ഇതിന് നമസ്കാരം. ഇത് ഈ കട്ട കണ്ടോ, ഇത് ഹുരുഡീസ് കട്ടയാട്ടോ, പോറോത്തോം കട്ടയല്ല. ഈ ഇരിക്കുന്നതൊക്കെ നമ്മളുടെ പോറോത്തോം പ്ലസ് ബ്രിക്ക് ആണ്. ഇത് ഹുരുഡീസ് കട്ടയാണ്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഇപ്പൊ ഹുരുഡീസ് കട്ടയാണ് ഇത് എന്ന് വിചാരിച്ചിട്ട് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മൾ ഓരോരുത്തർ വിളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഓരോ സൈറ്റിലൊക്കെ പോകുമ്പോഴാണെങ്കിലും പലരും നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാട്ടോ പറയുന്നത്. ഇപ്പോൾ ഹുരുഡീസ് കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നല്ല സുലഭമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് കുറവാണ്. നമുക്ക് ഈ കളിമണ്ണിൻ്റെ ലഭ്യത കുറവൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സ്പെസിഫിക്കലി ഉള്ള കാരണം കൊണ്ട് ഇതിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഇതും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സൈസാണ്. നമ്മുടെ പോറോത്തോം കട്ട കുറച്ചും കൂടി വലിപ്പം കൂടുതലുണ്ടായിരിക്കും, 16 ഇഞ്ചൊക്കെ വരും. ഇത് 16 ഇഞ്ചിൽ ഇത് ഹുരുഡീസ് കട്ട വരികയില്ല. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ബ്രിക്കിൽ തന്നെ കളർ ഡിഫറൻസ് വന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ കളർ ഡിഫറൻസ് പറഞ്ഞതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കളിമണ്ണിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കർണാടകയിലാണ് നമ്മുടെ പോറോത്തോമിന്റെ പ്ലാന്റ്, ഇന്ത്യയിലത്തെ പ്ലാന്റ് വരുന്നത്. അപ്പോൾ അവിടെ ഈ വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ ഈ ലേക്കും ഡാമും അങ്ങനത്തെ വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ ഈ ഫ്രഷ് വാട്ടർ ക്ലേ എടുത്തിട്ടാണ്, അതായത് അത്രയും നല്ല കളിമണ്ണ് 1000 ഡിഗ്രിയിൽ ചുട്ടിട്ടാണ് നമ്മുടെ ഈ പോറോത്തോം കട്ട വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കളർ ഡിഫറൻസ് ഫീൽ ചെയ്യണത്. ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ കുറച്ച് ലഭ്യത കുറവുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പർലി കളിമണ്ണിലല്ല, മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി മണ്ണ് കൂടുതലാവുമ്പോൾ നമുക്ക് വെള്ളം വലിച്ചെടുക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളം കൂടുതൽ വലിച്ചെടുത്ത ചെതലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊട്ടാന്നുള്ളൊരു രീതിയിലല്ല ഞാൻ പറയുന്നത്. ഒരു ചീത്ത സാധനം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണെങ്കിലും നമുക്ക് അതിൽ കുറച്ച് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിൽ ഒരെണ്ണം നല്ലത് ഒരെണ്ണം ചീത്തയായിരിക്കുമല്ലോ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആ രീതിയിലാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇതെല്ലാവരും അപ്പോൾ ഈ കട്ടയുണ്ട് ലോഡൊന്നും എടുക്കൂല, ലോഡ് എടുത്തിട്ടുള്ള ബിൽഡിങ്സ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈവൻ കുറേ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും കമൻസ് ആയിട്ടും നമുക്ക് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളുടെ പോറോത്തോം ബ്രിക്കിൽ ഇതെല്ലാം ചെയ്യാം. ഇതല്ല ഇത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഹുരുഡീസ് കട്ടയ്ക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള നമ്മളുടെ പോറോത്തോമിലത്തെ പ്രൊഡക്റ്റ് ആണ് HP ബ്രിക്ക്. അപ്പോൾ VP ബ്രിക്ക് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ പാറ്റേൺസ് വ്യത്യാസമുള്ള കാരണം കൊണ്ട് അത് വേറെ തന്നെയാണെന്ന് ഫീൽ ചെയ്യും. ഇതാവുമ്പോഴാണ് ഇതിൻ്റെ ഹോൾസ് ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടൽ പെർഫറേഷൻസ് ആണ്. ഇതിങ്ങനെ വെച്ചിട്ടല്ല, ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് പണിയുക. ഞാൻ ഈ ഹൈറ്റ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാട്ടോ. കണ്ടില്ലേ, ഇതിൽ ഇങ്ങനെയാണ്. നമുക്കിത് 8x8x16 ആണ് ഇതിൻ്റെ വലിപ്പം വരണത്. അപ്പം ഇത് ഇങ്ങനെയാണെങ്കിലും ഇത് വിട്ടുകൊണ്ട് ചെറുതാ വരണത്. ഹുരുഡീസ് കട്ട പല വലിപ്പത്തിൽ കിട്ടും കേട്ടോ. പല ഈ കട്ട ഉണ്ടാക്കുന്ന കമ്പനികളിലും പല ചെറിയ ലെങ്ത് വിഡ്ത്തൊക്കെ വേരിയേഷൻസിലാണ് അവർ ചെയ്യുന്നത്. ഓരോ ഫാക്ടറികളിലും ഓരോരോ വ്യത്യാസമാണ്. പക്ഷേ ഇത്രയും വലിപ്പത്തിൽ ഹുരുഡീസ് കട്ട എന്തായാലും ഇല്ല. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ലൈൻസിൻ്റെ ഫിനിഷിങ് ആണെങ്കിലും ആ ഒരു ഈ ഹോളുകളുണ്ടല്ലോ അതിൻ്റെ ഫിനിഷിങ് ആണെങ്കിലും ഒക്കെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വെയിറ്റിൻ്റെ വ്യത്യാസം, ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ളതിന് ഇതിനാകെ 10 കിലോ ഭാരം ഉണ്ടാവുള്ളൂ. ഇതെന്തായാലും അതിനേക്കാളും കൂടുതൽ, ഇത് ചെറുതാണ്, അതിനേക്കാളും കൂടുതലുണ്ട്. ഇത് വെയിറ്റ് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെ, അതിൽ മണ്ണ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇപ്പോൾ പോറോത്തോം ബ്രിക്കിലാണെങ്കിൽ പിന്നെ ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ രണ്ടും വേറെ സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടാൽ മനസ്സിലാവില്ല. മനസ്സിലാക്കാനൊരു വഴിയുണ്ട്. നമ്മളുടെ വീനോ ബർഗർ എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. നമുക്ക് ഇത് വീനോ ബർഗറിൻ്റെ ലോഗോയാണ്. കണ്ടോ, ഇത് വീനോ ബർഗറിൻ്റെ ലോഗോയാണ്. ഇതുണ്ടായിരിക്കും. പിന്നെ പോറോത്തോം HP, പോറോത്തോം എന്നുള്ളത് വീനോ ബർഗറിൻ്റെ ഈ പ്രൊഡക്റ്റ്, വീനോ ബർഗറിൻ്റെ ബ്രിക്ക് വിങ്ങിൻ്റെ പേരാണ്. അപ്പോൾ പോറോത്തോം എന്നും പിന്നെ അതിൻ്റെ HP, ഇതിൻ്റെ ഡയമെൻഷൻസ്, ഇതിൻ്റെ 4/5/26 ഉണ്ടാക്കിയ ബ്രിക്കാണിത്. മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാ ബ്രിക്കുമേയും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതും നമ്മളുടെ പോറോത്തോം ബ്രിക്ക് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ ബ്രിക്കുമേയും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രിക്ക് വരിക. നമ്മളുടെ പോറോത്തോം ബ്രിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ വിൽക്കുന്ന ഒരു ആസ്പെക്റ്റിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ പേര് കാണുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒറ്റയടിക്ക് ഏറ്റവും നല്ല ചുമര് കെട്ടുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് വെട്ടുകല്ല്, ചുടുകട്ട ഇതൊക്കെയല്ലേ വരിക. അപ്പോൾ നമ്മളുടെ ഈ പോറോത്തോം എന്ന് പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് വെട്ടുകല്ലും ചുടുകട്ടൊക്കെ അത്രയും കാലത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും അത് ശരിക്കും ടെക്നിക്കലി നല്ല പ്രൊഡക്ട്സ് ആണ് ഈ രണ്ടും.
പക്ഷെ അതിനേക്കാളും ഇതൊരു എഞ്ചിനീയർഡ് ആണ്. അതിനേക്കാളും നന്നാവാൻ വേണ്ടി നമ്മളായിട്ട് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഈ VP ബ്രിക്ക്. അപ്പോൾ പോറോത്തോം ബ്രിക്കിൽ ഞാൻ VP ബ്രിക്ക് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് അത്രയും സ്ട്രെങ്ത് ആയതുകൊണ്ടാണ്. നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് കൂടുതലും ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. നമുക്ക് സാധാരണ വീടുകളൊന്നും നമ്മൾ പില്ലറടിച്ച് അങ്ങനെ പണിയാറില്ലല്ലോ. നമ്മൾ ചുമര് കെട്ടി അതിന് മുകളിൽ വാർക്കലല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലായതുകൊണ്ടാണ് ഞാൻ VP ബ്രിക്ക് എടുത്ത് പറയുന്നത്. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹുറിഡീസ് കട്ട് ചെയ്തല്ല എന്നുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്റ്റ് പറയലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കുറേ പേര് അങ്ങനെ ചോദിക്കുന്നതും പിന്നെ തെറ്റിദ്ധരിക്കുന്നതും കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് എത്തിയത് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയാനാണ്. ഇപ്പം നമുക്ക് സ്ട്രെങ്ത് 10 Nm/mm² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചെങ്കല്ലിന് പോലും നമുക്ക് അത്രയും സ്ട്രെങ്ത് കിട്ടിയെന്ന് വരില്ല. അത്രയും സ്ട്രെങ്ത് ഉള്ള ബ്രിക്കാണ് നമ്മുടെ VP ബ്രിക്ക്. അപ്പോൾ ഈ VP ബ്രിക്ക് അല്ലെങ്കിൽ പോറോത്തോം പ്ലസ് ബ്രിക്ക് എന്ന് പറയും. ഇതിൻ്റെ മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഇതിൻ്റെ പാറ്റേൺ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ആഴ്ചയിൽ വരും കേട്ടോ. അപ്പോൾ കാണാം. ബൈ.